നമസ്കാരം. സംസ്ഥാന ബജറ്റാണ് നാളെ. സാമ്പത്തിക രംഗത്തെ വലിയ പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുമ്പോൾ വിവിധ മേഖലകൾ ഉറ്റുനോക്കുന്ന ബജറ്റ്. വരുമാനങ്ങളിൽ പ്രതീക്ഷിച്ച വർധനയില്ല. കേന്ദ്രവീതത്തിലെ കുറവ്, ഇന്ധന സെസ്, പെർമിറ്റ് ഫീസ്, ഭൂമി ന്യായവില വർധനയൊക്കെ തിരിച്ചടിയായ സാഹചര്യത്തിലെ ബജറ്റ്. നികുതി ഇതര വരുമാന സ്രോതസ്സുകളായ മദ്യം, ലോട്ടറി, ടൂറിസം മേഖലകൾ വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ബജറ്റ്. ക്ഷേമ പെൻഷൻ അടക്കം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സേവനങ്ങൾക്ക് പണം വകയിരുത്തലും അധിക വിഭവ സമാഹരണത്തിനുള്ള പ്രഖ്യാപനങ്ങളും നാളത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മാന്ത്രിക വഴി കയ്യിലില്ലെന്ന് ധനമന്ത്രി പറയുമ്പോഴും നാളെ പെട്ടി തുറക്കുമ്പോൾ എന്ത് മാജിക് ആയിരിക്കും നടക്കുകയെന്ന് വിശദമായി പരിശോധിക്കാം. സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമ്പത്തിക വിദഗ്ധൻ ശ്രീ മോഹൻകുമാർ, ശ്രീ CP ജോൺ, വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവരാണ്. മൂന്ന് പേർക്കും സ്വാഗതം. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, ധനമന്ത്രി കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് മാന്ത്രിക വടിയൊന്നും കയ്യിലില്ല എന്ന്. പക്ഷേ നാളെ സഭയിലേക്ക് എത്തുമ്പോൾ ഒരു മാജിക് നടത്താൻ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ? ആകാംക്ഷയുണ്ടോ ബജറ്റിൽ? ആകാംക്ഷ എന്താകാംക്ഷ, ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ മാന്ത്രിക വടിയൊന്നും കയ്യിലില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ, അതായത് പണ്ട് ഈ വാക്കുകൾ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്നത് പണ്ട് മൻമോഹൻ സിംഗ് ആയിരുന്നു. അദ്ദേഹം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, വിലക്കയറ്റം നിയന്ത്രിക്കാൻ എൻ്റെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല, ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ എൻ്റെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാക്കാണത്. അത് ഇപ്പോൾ ബാലഗോപാൽ അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ അത് നമുക്ക് തീർച്ചയായിട്ടും നാളെ കുറെ ഇയാളെ പറ്റിക്കുന്ന പ്രഖ്യാപനങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അത് എത്രയോ കാലമായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം. കഴിഞ്ഞ ഇവർ ഇപ്പോൾ ഇടതുമുന്നണി ഈ രണ്ടാം പിണറായി സർക്കാർ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ ബജറ്റാണിത്. മൂന്നാമത്തെയാണോ? രണ്ടാമത്തെ ബജറ്റ് അല്ലേ? 2022-23 മൂന്നാമത്തെ ബജറ്റാണ്. മൂന്നാമത്തെ ബജറ്റാണ്. അപ്പം ഇതിനു മുമ്പുള്ള ബജറ്റിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയാൽ തന്നെ അറിയാം എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടന്നു, എന്തൊക്കെ വാഗ്ദാനങ്ങൾ നടത്തി, എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. നമ്മുടേത്, പ്രത്യേകിച്ച് മലയാളികൾക്കുള്ളത് വളരെ ഒരു ഷോർട്ട് ടേം മെമ്മറിയാണ്. അതുകൊണ്ട് അന്ന് പറഞ്ഞ അതിനെപ്പറ്റി ഒന്നും നമ്മൾ അധികം ഒന്നും ചിന്തിക്കുകയൊന്നുമില്ല. അപ്പോൾ മുമ്പിൽ കാണുന്നത് ആ ഒരു വാചകമടിയിൽ ഒരു പരിധിവരെ ആൾക്കാരെ അങ്ങനെ പറ്റിച്ചു കൊണ്ട് നടക്കുന്ന കാര്യത്തിൽ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ വിദഗ്ധമായിട്ട് അത് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അത് പ്രൊഫഷണലായിട്ടും ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ പിന്നെ പതിവ് നമുക്ക് പ്രതീക്ഷിക്കാം, ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ കേന്ദ്രത്തിന്റെ അവഗണന കാരണം അത് നടന്നില്ല. എല്ലാം കേന്ദ്രത്തിന്റെ മണ്ടയ്ക്ക് വെച്ചുകൊണ്ടും ധൈര്യമായിട്ട് വെച്ചു കെട്ടാവുന്ന ഒരു കാര്യമാണത്. കാര്യം ഇവർ ഒരിക്കലും കേന്ദ്ര സർക്കാർ ഭരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വളരെ ഇങ്ങനെയുള്ള ഈ പതിവ് അഭ്യാസങ്ങളല്ലാതെ ഞാൻ പ്രത്യേകിച്ചും മറ്റൊന്നും നാളത്തെ ഈ വരാൻ പോകുന്ന ബജറ്റിൽ നിന്നും ഒരാകാംക്ഷയില്ല. ഒരു തമാശ നാടകം കാണുന്ന മാതിരി ഇരുന്ന് കണ്ടിരിക്കാം. കുറേയൊക്കെ ആൾക്കാർ കടന്ന് ബഹളം വെക്കും. നാളെ ബജറ്റ് കഴിയുമ്പോഴേക്ക് ഇടതുമുന്നണിയുടെ ആൾക്കാർ നിങ്ങൾ ചർച്ച വിളിക്കുമ്പോൾ പറയും വികസനോന്മുഖമായ വളരെ ഇതുപോലെ കേരളത്തിന്റെ ചരിത്രം കുറിക്കുന്ന മഹാബജറ്റ് എന്നൊക്കെ അവർ പറയും. എതിർപക്ഷത്തുള്ളവർ പറയും കാഴ്ചപ്പാടില്ലാത്ത വെറും അങ്ങനത്തെ ബജറ്റ് എന്ന് പറയും. ഫലത്തിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ടോട്ടൽ വരുമാനത്തിന്റെ 70% ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കുന്ന ഒരു സർക്കാരിന് എന്ത് ചെയ്യാൻ, ഈ സമൂഹത്തിന് വേണ്ടി, കേരള സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ വലിയ ആനബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഈ വരുമാനം കൂട്ടാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ? റവന്യൂ കൂട്ടാനുള്ള അതിലേക്ക് വിശദമായി കടക്കാം. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ നമ്മളോടൊപ്പം സാമ്പത്തിക വിദഗ്ധൻ ശ്രീ മോഹൻകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ മോഹൻകുമാർ, ക്ഷേമ പെൻഷൻ മുതൽ സപ്ലൈകോയും നെല്ല് സംഭരണവും വരെ ജനങ്ങൾക്ക് നേരിട്ട് സ്വാധീനിക്കുന്ന സേവന മേഖലകളിൽ എന്തൊക്കെയാണ് നാളത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്? നാളത്തെ ബജറ്റിൽ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക അവലോകന രേഖ വളരെ വിശദമായി സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി അസംബ്ലിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് അതിന് കഴിയാവുന്നത്ര രീതിയിൽ
സാധാരണക്കാരുടെയും സംസ്ഥാനത്തെ മറ്റ് ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നതിന് കാരണം 2022-23 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നിതി ആയോഗ് നടത്തിയിട്ടുള്ള പഠനങ്ങളെല്ലാം നിതി ആയോഗ് സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് കാണിച്ചിട്ടുള്ള പഠനങ്ങളെല്ലാം കാണിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന് സാമ്പത്തിക പരിമിതികൾ ഉണ്ടായിരുന്നിട്ട് പോലും ഈ മേഖലകളിലൊന്നും, ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയാലും ഈ മേഖലകളിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ്. അത് ഈ മേഖലയിലെ എല്ലാ വിദഗ്ധരും ഇതിനകം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. നമ്മളുടെ എക്സ്പെൻഡിച്ചറിൽ, സംസ്ഥാന ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിൽ ഒരു തരത്തിലുള്ള കുറവും വരുത്തിയിട്ടില്ല. കുടിശ്ശിക പെൻഷൻ 4 മാസ കുടിശ്ശിക ഉണ്ട്. ആ 4 മാസ കുടിശ്ശിക ഇപ്പോൾ എല്ലാ മാസവും ഓരോ മാസ കുടിശ്ശിക വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 54 ലക്ഷം ആളുകൾക്ക് നേരിട്ട് ക്ഷേമ പെൻഷനും ശേഷിക്കുന്ന ഒരു 8 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള 1600 രൂപ പെൻഷനും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തുടരുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ നിലവിലെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഇപ്പൊ നമുക്കറിയാം, കേന്ദ്രവും കേരളവും തമ്മിലുള്ള പോര് അത് അവസാനിപ്പിക്കേണ്ട സമയവും കഴിഞ്ഞിരിക്കുന്നു. ഒരു സമവായത്തിലേക്കൊന്നും എത്താത്തൊരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇത്ര പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് എങ്ങനെയായിരിക്കും അവിടെ ഒരു മാജിക് കാണിക്കാൻ സാധിക്കുക? നോക്കൂ, ഈ പ്രതിസന്ധി കേരളം നേരിടുന്ന പ്രതിസന്ധി, കേരളത്തിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നേരിടുന്നത് പോലുള്ള ഒരു സാമ്പത്തിക എക്കണോമിക് ക്രൈസിസ് കേരളത്തിലെ ഇല്ല. കേരളത്തിൽ പ്രൊഡക്ഷൻ സ്റ്റാഗ്നേഷൻ ഇല്ല. കേരളത്തിലെ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ കാര്യം എടുത്താലും MSME രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം എടുത്താലും ഏതൊരു മാനദണ്ഡം എടുത്താലും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ദേശീയ തലത്തിൽ നിലനിൽക്കുന്ന പോലെ കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഇന്നലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അസംബ്ലിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനിടയിലും, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായത് 15ാം ധനകാര്യ കമ്മീഷന്റെ തീർപ്പ് പ്രകാരം സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന തുകയും സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അനുമതി എത്രയുണ്ടായിരുന്നോ ആ അനുവദിച്ചിരുന്ന അനുമതിയുടെ കാര്യത്തിലും അതിലൊക്കെ 2000-3000 കോടി രൂപ പൊടുന്നതിന് പെട്ടെന്ന് തന്നെ വെട്ടിക്കുറവ് വരുത്തുകയാണ്. ഇതിന് കേരളം പോലുള്ള സംസ്ഥാനത്തിൽ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം എങ്കിൽ പോലും നമ്മുടെ GST കളക്ഷനിൽ തനത് വരുമാനം 57 കോടി ആയിരുന്നത് 71,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. 59,000 കോടിയിൽ നിന്നും 71,000 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഇതൊക്കെ വളരെ ഇത് 23% വർധനവാണ് ഈ കഴിഞ്ഞ 22-23 കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നേടിയെടുത്തത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഈ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി, കേന്ദ്രത്തിന്റെ അവഗണന, ഇത് മാത്രം പരിഗണിച്ചുകൊണ്ട് മാത്രം കേരളത്തിന്റെ സ്ഥിതി ഇത്തരത്തിൽ പോയി എന്ന് പറയാൻ സാധിക്കുമോ? കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഒക്കെ നില എന്താണ്? അതായത് ഇദ്ദേഹം ബഹുമാനപ്പെട്ട മോഹൻകുമാർ ഇവിടെ പറഞ്ഞ GST വരുമാനം 55,000 കോടിയിൽ നിന്ന് 71,000 കോടി എത്തി, അതൊരു വലിയ നേട്ടമാണ് എന്ന് അദ്ദേഹം പറയുന്നു. സാർ, ഈ GST വരുമാനം വർദ്ധിച്ചതിൽ കേരള ഗവൺമെന്റിന് എന്ത് റോളാണുള്ളത്? സത്യത്തിൽ ഈ GST വരുമാനം ലഭിക്കുന്നതിന് അത് പൂർണ്ണമായും ഒരു കേന്ദ്ര നയത്തിന്റെ ഭാഗമാണ് GST എന്ന് പറയുന്നത്. ആ GSTയിൽ ഉണ്ടാകുന്ന ദേശീയ തലത്തിലുണ്ടാകുന്ന സ്വാഭാവികമായ വർധനയുടെ പ്രതിഫലനം കേരളത്തിലും ഉണ്ടായി. GST വരുമാനം ഈ കഴിഞ്ഞ ഇതില് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇപ്പം കഴിഞ്ഞ മാസത്തേത് 1,71,000 കോടി രൂപയാണ് കഴിഞ്ഞ മാസത്തെ GST കളക്ഷൻ എന്ന് പറഞ്ഞിരുന്നു. ആവറേജ് 1,61,000 കോടി രൂപ ഓൺ ആൻഡ് ആവറേജ് കളക്ഷൻ ഉണ്ട്. അതിലെ ഒരു വിഹിതം മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള സംഭാവന എന്ന് പറയുന്നത്. ആ GST വിഹിതം GST വരുമാനം വർദ്ധിക്കുന്നതിൽ 1 രൂപയുടെ എഫർട്ട് പോലും, 5 പൈസയുടെ എഫർട്ട് പോലും കേരള ഗവൺമെന്റിൽ നിന്നില്ല.
ഇവിടുത്തെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക, കേരളത്തിന്റെ അതായത് അത് ടൂറിസത്തിൽ നിന്നായാലും പുതിയ ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നായാലും വ്യവസായങ്ങളിൽ നിന്നായാലും അങ്ങനെയുള്ള വരുമാനം വർദ്ധിപ്പിക്കാനുള്ള, അങ്ങനെയാണ് തമിഴ്നാട്ടിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പൊതുവിതരണ സംവിധാനമൊക്കെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഒരു പക്ഷേ ഇത് മറികടക്കാൻ സാധിക്കില്ലേ? ഇത് എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്നേ. ഇത് സാധിക്കാനാണെങ്കിൽ ഈ കേരളത്തിന്റെ പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയും. പക്ഷെ അതില് അവഗണന അല്ലാതാകുന്നില്ല. ഞാൻ ചോദിക്കുന്നതല്ലേ, എന്താണ് ഈ അവഗണന എന്ന് പറയുന്നത്? ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാന ഗവൺമെന്റുകളോടും ഉള്ള അതേ നയം തന്നെയാണ് കേരളത്തിനോടും ഉള്ളത്. ഇവിടെ 15ാം ധനകാര്യ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരം നടപ്പാക്കിയതിൽ ഈ കേന്ദ്ര വിഹിതത്തിൽ വന്ന കുറവ് കേരളത്തിന് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയ്ക്കാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. തമിഴ്നാടിന് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഇൻഡസ്ട്രികളും ഇൻവെസ്റ്റ്മെന്റുകളും അവിടെ വരുന്നുണ്ട്. കഴിഞ്ഞ തോമസ് ഐസക്കിന് അറിയാതെ ആണെങ്കിലും തുറന്നു പറയേണ്ടി വന്നു. 1 ലക്ഷം കോടി രൂപയുടെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് തമിഴ്നാട്ടിൽ വരുന്നത്. അവർ വരുന്നത്. അതിന്റെ ഗുണം, അതിന്റെ പ്രയോജനം ആ സംസ്ഥാനത്തിന് ഉണ്ടാവില്ലേ? അതേപോലെ അതേ സമയം കേരളത്തിൽ വന്നു അദ്ദേഹം പറഞ്ഞു തരേണ്ടത് 3000 കോടി രൂപയോ മറ്റോ ആണ്. അതേപോലെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് അത്ര വലുതാണ്. കാര്യം അത് വെറുതെ വന്ന് കയറുന്നതല്ല. അവിടുത്തെ ഭരിക്കുന്ന സർക്കാരുകൾ, അത് ഏത് സർക്കാരും ആയിക്കോട്ടെ, DMK ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അതല്ല. BJP ഇതര സർക്കാരുകളുള്ള സ്റ്റേറ്റിനെ മാത്രമേ ഇത് ബാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ കേരളവും കർണാടകയും മാത്രമാണല്ലോ സമരത്തിന് പോകുന്നത് ജന്തർ മന്ദറിലേക്ക്. അപ്പം ഒരു കാര്യമുണ്ടെന്നേ, ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പം 2024 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടല്ലാതെ ഇതുവരെ ഇത്രയും നാൾ ഇവിടുത്തെ കേരളത്തിലെ ധനമന്ത്രി അല്ലാതെ ഈ വർഷത്തിൽ 365 ദിവസം കേന്ദ്രം ഒന്നും തരുന്നില്ലേ വേറെ ആരെങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഇല്ലെങ്കിൽ ബജറ്റിൽ നാളെ ധനമന്ത്രി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഒന്ന്, ചെലവ് കുറയ്ക്കൽ. നമുക്കറിയാം, ഭരണച്ചെലവ്, പൊതുചെലവ്, ഇതൊക്കെ കുറയ്ക്കാൻ പ്രതിപക്ഷമൊക്കെ ഏറ്റവും എടുത്തു പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഈ ചിലവിന്റെ കാര്യമാണ്. മറ്റൊന്ന്, വിപണി ഇടപെടലും വില നിയന്ത്രണവും. ഈ കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും ബജറ്റ്? നോക്കൂ, കേരളം 2022-23 വർഷത്തിൽ തൊട്ട് മുമ്പത്തെ വർഷത്തേക്കാൾ നമ്മളെടുത്ത സംസ്ഥാന ഗവൺമെന്റ് എടുത്ത കടം നമ്മുടെ സംസ്ഥാന വരുമാനത്തിന്റെ അനുപാതമാക്കി നോക്കുമ്പോൾ കുറവ് വരുത്തിയിട്ടുണ്ട്. നമ്മളുടെ റവന്യൂ കമ്മിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. നമ്മളുടെ കടമെടുത്ത അനുപാതത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. കേരളം ആ രീതിയിലെല്ലാം മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പക്ഷെ നോക്കൂ, ഈ കടം വാങ്ങി ചെലവഴിക്കുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. അത് ഈ ആധുനിക കാലഘട്ടത്തിലെ ഒരു സർക്കാരിന് യോജിച്ചതല്ല എന്ന് പറയുന്ന വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ന്യായവാദങ്ങളും സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങളൊന്നും ഇന്ന് പക്ഷേ കൃത്യമായിട്ടൊരു സാമ്പത്തിക ഉത്തരവാദിത്വത്തിന് ഊന്നൽ നൽകുന്ന ഒരു സമഗ്ര പദ്ധതിയിലേക്ക് എത്തേണ്ട സമയമായില്ലേ? നോക്കൂ, ഈ സാമ്പത്തിക ഉത്തരവാദിത്വം ഇന്ത്യയിൽ ഉള്ള ആകെയുള്ള വികസന പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ 70% വികസന പ്രവർത്തനങ്ങളും നടത്തുന്നത് സംസ്ഥാന ഗവൺമെന്റുകളാണ്. ഈ സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെട്ടാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച താഴേക്ക് പോകും. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മുടെ 1% സാമ്പത്തിക വളർച്ച കൂടുമ്പോൾ എത്ര ശതമാനം തൊഴിലവസരം ഉണ്ടാകുമെന്നുള്ള കണക്കുണ്ട്. ആ തൊഴിലവസരങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സാമ്പത്തിക വളർച്ച കൂടിയാൽ പോലും അതനുസരിച്ച് തൊഴിലവസരങ്ങൾ വളരാത്ത ഒരു നമ്മുടെ ഈ തൊഴിലവസരങ്ങളിൽ ഒരു തരത്തിലുള്ള സ്റ്റാഗ്നേഷൻ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്നത്. അത്തരത്തിൽ ലേബർ റീപ്ലേസ്മെന്റ് നടക്കുകയാണ്. അപ്പോ ഇത്തരത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾ എഫർട്ട് എടുത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധങ്ങൾ ഈ അടിമ ഉടമ ബന്ധത്തിൽ അല്ല, ഇതൊരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൽ ഊന്നിയ ഒരു ബന്ധമായിരിക്കണം.
അങ്ങനെയായിരിക്കണം പ്ലാനിംഗ് കമ്മീഷൻ നിലവിലിരുന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പ്ലാനിംഗ് കമ്മീഷന്റെ അടുത്ത് പോയി ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇതാണെന്നും ഞങ്ങൾക്ക് പിരിച്ചെടുക്കുന്ന ടാക്സിന്റെ 32% 42% തരേണ്ടതെന്ന് അവിടെ ഇരുന്ന് തീരുമാനിക്കാനും ചർച്ചയിലൂടെ പരിഹരിക്കാനും ഉള്ള അവസരങ്ങളെല്ലാം പ്ലാനിംഗ് കമ്മീഷൻ 2014 ഇല്ലാതാക്കി നിതി ആയോഗ് വന്നതോടുകൂടി അതില്ലാതെയായി. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇപ്പോ ആർബിട്രറി ആയിട്ട് കേന്ദ്ര സർക്കാർ പറയണ ഇത്രയും കൊണ്ടുപോയിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അവരുടെ പദ്ധതികളും അവർ വെക്കുന്ന ബഡ്ജറ്റുകളും ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു സാഹചര്യമാണ്. എങ്കിൽ പോലും ശരി, ശ്രീ ശ്യാമപ്രസാദ്, ഇതല്ലേ കാര്യം? ശ്രീ മോഹൻകുമാർ സൂചിപ്പിച്ചതല്ലേ യഥാർത്ഥ പ്രശ്നം? ഏതായിരുന്നു ഞാൻ ഹലോ കേൾക്കാമോ? ഹലോ, ഇടയ്ക്ക് ഓഡിയോക്ക് എന്തോ ഒരു ഇഷ്യൂ വന്നിരുന്നു. ശരി, അത് ശരിയാക്കാം. രണ്ടുപേരിലേക്കും തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ച തുടരുമ്പോൾ നമ്മളോടൊപ്പം ശ്രീ സി പി ജോൺ കൂടി ചേരുന്നുണ്ട്. ശ്രീ സി പി ജോൺ, നാളെ ബജറ്റ് പെട്ടി തുറക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജനകീയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ജനകീയ പ്രഖ്യാപനങ്ങൾ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതൊരു ഗവൺമെന്റിനും തോന്നാം. പക്ഷേ അവരുടെ ഫിസ്ക്കലായിട്ടുള്ള തടസ്സങ്ങൾ അവരെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹണ്ടിയല്ല ഹോണ്ടിയാണ്, അവരെ ബാധിച്ചിരിക്കുകയാണ്. കാരണം 3% ധനക്കമ്മി നിർത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് വടിയെടുക്കും. 3.5% അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ ആ 0.5% പവറിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ പവറിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് മടിയാണ്. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിക്ക് 50 വർഷം നീണ്ടു നിൽക്കുന്ന വായ്പ തരാമെന്ന് കേന്ദ്രം പറഞ്ഞിട്ട് അത് വേണ്ടത്ര എടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. അത് ബന്ധപ്പെട്ട ഇടതുപക്ഷ മുന്നണിയുടെ ആളുകൾ ഉണ്ടെങ്കിൽ അവരാണ് പറയേണ്ടത്. അതെടുത്തിരുന്നെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻസിന് നമുക്കത് ധാരാളമായിട്ട് ഉപയോഗിക്കാമായിരുന്നു. 3 കിഫ്ബി എന്നുള്ളതായിരുന്നു ഒരു ഒറ്റമൂലി, പനാസിയ, ഐസക്കിന്റെ പനാസിയാണ്, ഒറ്റമൂലിയാണ്. അത് കഴിച്ച എല്ലാ രോഗവും മാറും. പക്ഷേ കിഫ്ബി ഈസ് ഡെഡ്. കിഫ്ബി ഇനി യാതൊരു തരത്തിലുള്ള പദ്ധതികളും ഏറ്റെടുക്കില്ല എന്ന് കൃത്യമായിട്ട് ധനമന്ത്രി MLA-മാർക്ക് കത്തയച്ചിട്ടുണ്ടോ? ഒന്നാമത് MLA-മാരല്ല അത് ചെയ്യേണ്ടത്. MLA-മാരുടെ കത്ത് അത് കരാറുകാരുടെ കത്താണ്. കരാറുകാരുടെ കത്ത് ഉദ്യോഗസ്ഥന്മാരുടെ കത്താണ്. അങ്ങനെ ആ കരാർക്കാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള നെക്സസ്, അതിലൂടെ അല്ല പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് നല്ലൊരു പ്ലാനിംഗ് ബോർഡുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിന് അറിയുന്ന കാര്യമാണ്, ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും അറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെയാണ് ഐസക്ക് ചെയ്തത്. പക്ഷെ ഇറ്റ് ഈസ് ഡെഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെൻഷൻ കൊടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്പനി ഉണ്ടാക്കിയത്. പെൻഷൻ കൊടുക്കാനൊരു കമ്പനി. ആ കമ്പനിയുടെ ജോലി എന്തെങ്കിലും വ്യാപാരം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കലല്ല, കടം മേടിക്കലാണ്. ഈ 2 കമ്പനികളും ഇന്ന് കേന്ദ്രത്തിന്റെ മൂർച്ചയേറിയ വാളുകൊണ്ടുള്ള വെട്ടിൽ താഴെ വീണിരിക്കുകയാണ്. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ബാലഗോപാലിന് അറിഞ്ഞുകൂടാ. പ്ലാൻ വെട്ടിക്കുറച്ചിരിക്കുന്നു. പ്ലാൻ വെട്ടിക്കുറച്ച് 30,370 കോടി, 30,370. ഇതായിരുന്നു 2022-23 23-24. അല്ല, അതാണ് ഈ വർഷം എത്രയാണ് പ്ലാൻ? അതിൽ കേന്ദ്രത്തിന്റെ ചെറിയൊരു കുറവും കൂടെ വന്നു. ഇത്തവണത്തെ ബജറ്റിൽ എന്തുണ്ടാകും എന്നതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയിലേക്ക് എത്തുമല്ലോ, കാരണം ഭൂമി ഇടപാട് കുറഞ്ഞു. പക്ഷേ പ്ലാൻ അല്ല, ഞാൻ പ്ലാൻ ഔട്ട്ലേ തന്നെ ഇന്നലെ ഇറങ്ങിയിട്ടുള്ള എക്കണോമിക് റിവ്യൂ പറയുന്നത് -2.55% ആണ് ഔട്ട്ലേ. ഞാൻ ഇംപ്ലിമെന്റേഷനെ കുറിച്ചല്ല. അപ്പോൾ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് പ്ലാൻ കുറച്ചു. പിന്നെ കിഫ്ബി ഉണ്ടായിരുന്നു പണ്ട് പേരിനെങ്കിലും, കിഫ്ബിയും ഇല്ല. പിന്നെ എന്ത് വികസന പ്രവർത്തനമാണ് ഈ ഗവൺമെന്റ് നടത്തുക? എങ്ങനെ നടത്തുക? പ്രസംഗ വികസനമാണോ? ഒന്നുകിൽ കിഫ്ബി പോലുള്ള സ്പെഷ്യൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പ്ലാൻ വലുതാവാത്തതുകൊണ്ട് പഞ്ചായത്തിന്റെ പ്ലാനും വലുതാവുന്നില്ല, പട്ടികജാതി പട്ടികവർഗ സബ്പ്ലാനുകൾ വലുതാവുന്നില്ല. ഇതിന്റെ എല്ലാം ഫലമായിട്ട് കേരളത്തിൽ വികസന മുരടിപ്പാണ്. പിന്നെ അത് അറിയാത്തത് എന്താണ്? അറിയാത്തത് വലിയ റോഡ് പണി നടക്കുന്നു കേന്ദ്രത്തിന്റെ. അതിൽ 5,000 കോടി രൂപയിലധികം കേരളം കൊടുത്തിട്ടുണ്ടെന്ന് ഇക്കണോമിക് റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം, ഞാനതിനെ നിഷേധിക്കുന്നില്ല. 5,000 കോടി 3-4 വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ
അപ്രോക്സിമേറ്റ്ലി 1000-1250 കോടി പെർ ഇയർ കൊടുത്തിട്ടുണ്ട്. വെൽ ആൻഡ് ഗുഡ്. പക്ഷേ അതല്ലാതെ നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ നമ്മുടെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കൊടുക്കേണ്ട വികസന പദ്ധതി, ശമ്പളം ഇതിൽ പെടുന്നില്ല, കൊടുക്കാൻ കഴിയുന്നില്ല. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ക്ഷേമ പെൻഷനാണല്ലോ ഇടതുപക്ഷ മുന്നണി തുരുപ്പിച്ചിട്ട് നായനാരുടെ കാലത്ത് മുതൽ ക്ഷേമ പെൻഷനുകൾ കൊണ്ടുവന്ന് വിപുലമാക്കിയത്. ആന്റണി കൊണ്ടുവന്നിട്ടുണ്ട്, ആർ ശങ്കർ കൊണ്ടുവന്നിട്ടുണ്ട്. AK ആന്റണിയാണ് ആദ്യം തൊഴിലില്ലായ്മ വേതനം ഡിഗ്രിക്കാർക്ക് കൊടുത്തത്. വിധവ പെൻഷൻ കൊടുക്കുന്ന ആർ ശങ്കറാണ് 65-ൽ. ഇവിടെ മറ്റൊന്ന്, ഇപ്പം വൻകിട പദ്ധതികൾ, സർക്കാർ മിഷനുകൾ, ഇതിനൊക്കെ പണം കണ്ടെത്തുന്ന വിധത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടാകാൻ, ഇല്ലെങ്കിൽ അതിന് മുൻഗണന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? പിന്നെ ഈ വരുമാന പരിധി കൂടി കണക്കിലെടുത്ത് സർക്കാരിന്റെ സേവനങ്ങളിൽ എന്തെങ്കിലും പരിഷ്കരണങ്ങളൊക്കെ വന്നേക്കുമോ? ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ബജറ്റ് ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ കഴിഞ്ഞതിൽ 10% കൂട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 20% ന്യായവില, ഭൂമിയുടെ ന്യായവില കൂട്ടിയ സാഹചര്യം, ഭൂമി വിൽക്കാൻ, ഭൂമി ഇടപാടുകൾ നടക്കാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ചെയ്തു വെച്ചതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്തുകൂടിയുള്ള ബജറ്റാണല്ലോ. അത് മാത്രമല്ല, ഈ ഒരു ഭാഗത്ത് ഭൂമി വില കാരണമായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നില്ല. അതേപോലെ തന്നെ ഇന്നിപ്പോ നമ്മളെ കോറികൾ, ലൈസൻസ്ഡ് കോറികൾ ധാരാളം കേരളത്തിലുണ്ടല്ലോ. ആ ലൈസൻസ് കോറികളിൽ വലിയൊരു നമ്പർ കോറികൾ ഇന്ന് സ്റ്റാൻഡ് സ്റ്റില്ലാണ്. അപ്പൊ അവിടെ നിർമ്മാണ തൊഴിലാളികളൊക്കെ ഒരു പട്ടിണിയിലാണ്. ഇപ്പൊ ഞാൻ ഒരു നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ഒരു സെക്രട്ടറി കൂടിയാണ്, യൂണിയന്റെ സെക്രട്ടറി കൂടിയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ അവരെല്ലാം പറയുന്നത് പണിയില്ല എന്നുള്ളതാണ്. പണി കിട്ടുന്നില്ല. ആ പണി കിട്ടാത്തതിന്റെ ഫലമായിട്ട് അവരെല്ലാം വലിയ പ്രതിസന്ധിയിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വരുമാനവും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മള് 7ാമത്തെ പേജില് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, ഫോറസ്ട്രി ആൻഡ് ഫിഷിംഗ് വളർന്നിരിക്കുന്നത് എത്രയാണ്? 8.97% വളർന്നിട്ടുള്ളത്. ക്ഷമിക്കണം, 8.97% ആകെ കൂടി നമ്മുടെ 100 രൂപയിൽ 8.97, 10-നേക്കാളും 9-നേക്കാളും കുറവാണ്. അത് ഈ വർഷം 22-23 8.52 കുറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ അതും 13.79 നിൽക്കുകയാണ്. പണ്ടത് 17-18%. ഇതിലൊക്കെ എന്തെങ്കിലും ഇപ്പൊ റബ്ബറിന്റെ താങ്ങുവില അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പ്രഖ്യാപനം ഉണ്ടാകുന്ന കാർഷിക മേഖലയ്ക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മറ്റൊന്ന്, വികസനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇപ്പൊ ലൈറ്റ് മെട്രോ ഉണ്ട്, തുരങ്കപാതകളുണ്ട്. അങ്ങനെ ആ മേഖലയിലും ഞാൻ കണക്കുകൾ, അവരുടെ കണക്ക്, ഞാൻ വേറെ ആരുടെയും കണക്ക് വായിക്കല്ല. ഞാൻ വായിക്കുന്നത് അവരുടെ കണക്കാണ്. ഇനിയിപ്പോ ടെറിഷറി സെക്ടർ അത് തന്നെ 62.62 നല്ലൊരു സെക്ടറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഓരോന്നിന്റെയും വിശദാംശങ്ങൾ ലഭ്യമല്ല. അതുപോലെ തന്നെ ടാക്സേഷന് നമുക്ക് GST കളക്ഷൻ കിട്ടുന്നില്ല എന്ന ഒറ്റ വാക്ക് പോരാ. എക്കണോമിക് റിവ്യൂ തന്നെ മറിച്ച് നോക്കിയിട്ട് കിട്ടുന്നില്ല. KP കണ്ണൻ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വിദഗ്ധനായ ഒരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹം മാതൃഭൂമിക്ക് കൊടുത്ത വിശദമായ ഇന്റർവ്യൂവിൽ പറഞ്ഞ എനിക്കൊക്കെ വളരെ ശ്രദ്ധേയമായി തോന്നിയ ഒരു വിമർശനം, നമ്മുടെ ഓരോ ഐറ്റത്തിന്റെയും, നമ്മുടെ മെർക്കൻഡൈസ്, അതാണ് നമുക്കുള്ളത്, ഫാക്ടറികളല്ല, സ്വർണത്തിന്റെ, ഫ്രിഡ്ജിന്റെ, ടിവിയുടെ ഓരോ ഐറ്റത്തിൽ കൂടെയും നമുക്ക് കിട്ടിയിട്ടുള്ള GST എന്താണ് എന്ന് വിശദമായ കണക്കുകൾ പറയുന്നില്ല. നമ്മുടെ അതിരുകൾ തുറന്നു കിടക്കുകയാണ്. പണ്ട് ഐസക്കല്ല ഉള്ള സമയത്ത് നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റും മറ്റ് ചെക്ക് പോസ്റ്റുകളും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ആർക്കും ഇവിടെ കൊണ്ടുവയ്ക്കാം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. ശരി, ഇവിടെ ഹെൽമറ്റ് പിടുത്തമാണ് നമ്മുടെ പോലീസിന്റെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും വലിയ ജോലി, ഹെൽമറ്റ് പിടുത്തമാണ്. അല്ലാതെ കള്ളക്കടത്ത് നടത്തുന്ന ലോറികളെ പിടിച്ചത് വാർത്ത പോലും ഇല്ല. അതെ, നികുതി ഇതര വരുമാന സ്രോതസ്സുകൾ, മദ്യം, ലോട്ടറി, ഒപ്പം ടൂറിസം, ഈ വിഭാഗങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും കൈവെക്കും? മദ്യത്തിൽ പ്രത്യേകിച്ച് കൈവെക്കാനുള്ളൊരു സാധ്യത കാണുന്നില്ല. അതിൽ തൊട്ടാൽ കൈ പൊള്ളും സർക്കാരിന് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. എങ്ങനെയായിരിക്കും അതിലൊക്കെ ബാലഗോപാലിന്റെ ബജറ്റ്? എന്നോടാണോ ചോദ്യം? അതെ. നോക്കൂ, ഞാൻ ആദ്യം നമ്മുടെ ശ്രീ ഷാബു പറഞ്ഞതിനോട് ഞാൻ 1-2 കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്. കേരള സർക്കാർ അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന രേഖയിൽ 6.7%, 6.7% നമ്മുടെ ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് കാണിച്ചിരിക്കുന്നത്.
ഇത് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച അവലോകനത്തിൽ കേന്ദ്ര സാമ്പത്തിക ഉപദേഷ്ടാവ് അവതരിപ്പിച്ച അവലോകനത്തിൽ 7.3% എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും ഇന്ത്യയുടെ കാര്യത്തിൽ IMF-ഉം വേൾഡ് ബാങ്കും അതുപോലുള്ള ഇന്റർനാഷണൽ ഏജൻസികൾ എല്ലാം പുറത്തുവിട്ട കണക്ക് 2022-23 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6-നും 6.3% ഇടയിലേ നിൽക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ കണക്ക് കൂട്ടിയിരിക്കുന്നത് 7.3% ആണ്. നമ്മൾ അംഗീകരിക്കും. അതുപോലെ തന്നെ കേരള സർക്കാർ 6.7%. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ 6.7% എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കോവിഡ് കഴിഞ്ഞ 21-22 തൊട്ട് മുന്നിലത്തെ വർഷത്തിൽ ഗണ്യമായ വളർച്ച, സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തി കറന്റ് പ്രൈസിൽ 17% രേഖപ്പെടുത്തുകയും കോൺസ്റ്റന്റ് പ്രൈസിൽ 11% രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ്. അപ്പൊ നിങ്ങൾ 10-ൽ നിന്ന് 20 നിങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചാൽ അത് നമുക്ക് 100% എന്ന് പറയും പോലെ 100-ൽ നിന്ന് 110 വർദ്ധിച്ചാൽ അത് 10% വർധന വരുള്ളൂ. ഇത്തരത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എക്കണോമിക് സ്റ്റാഗ്നേഷനോ ഒന്നും കേരളത്തിൽ നിലനിൽക്കുന്നില്ല. അത് ഇപ്പോ ഇന്ന് വിവിധ സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ തന്നെ അത് പുറത്തു വന്നിട്ടുള്ളതാണ്. മറ്റൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം തൊഴിലില്ലായ്മ ഇല്ല എന്നുള്ളതാണ്. തൊഴിലില്ലായ്മ കൂടുന്നു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അത് ശരിയായ ഒരു നിഗമനത്തിലല്ല. ഇന്ത്യയിൽ 10.7% ആയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തൊഴിലില്ലായ്മ നിരക്ക്. അതിൽ തന്നെ 15-നും 30-നും ഇടയിലുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് 43%. എന്നാൽ കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 7% നിർത്തി 7% കുറച്ചിരിക്കുകയാണ്. അത് 9%. എനിക്ക് തോന്നുന്നത് ശ്രീ ഷാബു പ്രസാദിന് ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ ചോയ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന ചില മേഖലകളുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ തവണ വരുത്തിയതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങളോ കൂടുതൽ ജനകീയമാക്കാനോ ഉള്ള ശ്രമം നടത്തുന്നതിനപ്പുറത്തേക്ക് വേറെന്തെങ്കിലും ഒരു മാജിക് അവിടെ കാണിക്കാൻ ധനമന്ത്രിക്ക് സാധിക്കും എന്ന് കരുതുന്നുണ്ട്? അല്ല, ശ്രീ മോഹൻകുമാർ. ധനമന്ത്രിക്ക് അങ്ങനെ മാജിക് ഒന്നും കാണിക്കാൻ മാജിക് എന്നുള്ള മാജിക് ഒന്നും പറ്റില്ല. കാരണം ഇത് പണത്തിന് പണം തന്നെ വേണം സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താൻ. പക്ഷെ ഇവിടെ നമ്മൾ കേരളം എങ്ങോട്ട് പോകുന്നു? കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു വികസിത രാജ്യത്തിന്റെ പ്രശ്നങ്ങളാണ്. അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് നമ്മളുടെ ക്ഷേമ പെൻഷനിലെങ്കിൽ ഇനിയെങ്കിലും തീരുമാനങ്ങളോ ഇല്ലെങ്കിൽ അതിൽ ക്ഷേമ പെൻഷൻ കൊടുക്കും. ക്ഷേമ പെൻഷൻ കൊടുക്കാതിരിക്കുന്നത് ഏതൊരു സർക്കാരായാലും ആ സർക്കാരിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയുടെ അടിസ്ഥാനം കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കണമെന്നുള്ളതാണ്. അത് നോക്കൂ, നമ്മളുടെ റവന്യൂ വരുമാനത്തിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ 48% നമ്മൾ ചെലവഴിക്കുന്നത് പെൻഷനും ശമ്പളത്തിനും വേണ്ടിയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ ഏകദേശം 5.25 ലക്ഷം സംസ്ഥാന സർക്കാർ ജീവനക്കാരുണ്ട്. ഈ സർക്കാർ ജീവനക്കാരിൽ, ഞാൻ കേരളം ഇവിടെ നിൽക്കുന്നു എന്ന് പറയണേ, ഈ സർക്കാർ ജീവനക്കാരിൽ പകുതിയോളം പേരും ജോലി ചെയ്യുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവരിൽ തന്നെ നേര് പകുതി സ്ത്രീകളാണ്. എന്നാൽ കേന്ദ്രത്തിൽ ആൾ ഇന്ത്യ ശരാശരി നോക്കൂ. ആൾ ഇന്ത്യ ശരാശരി 6 സർക്കാർ ജീവനക്കാരിൽ ഒരാളാണ് സ്ത്രീ ആയിട്ടുള്ളത്. കേരളത്തിൽ അത് 50-50 റേഷ്യോയിൽ വരെയാണ്. ഇത് കേരളം അച്ചീവ് ചെയ്ത നേട്ടങ്ങളുടെ കണക്ക് പറയുകയാണെങ്കിൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ജനിച്ച് 1 വയസ്സിന് മുമ്പേ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം കേരളത്തിൽ 6 കുട്ടികൾ. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ശ്രീ മോഹൻകുമാർ പറയുന്നത് പോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീമതി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചതുപോലെയുള്ള കാര്യങ്ങൾ, ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുകയും പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ചെയ്യാനില്ല, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയേ ചെയ്യാൻ സാധിക്കൂ എന്നത്
മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താനുള്ള സാധ്യതയാണോ തോന്നുന്നത്? അതായത് ഇവിടെ കേരളത്തിൽ ശ്രീ മോഹൻകുമാർ സാർ പറയുന്ന ചില കാര്യങ്ങൾക്കകത്ത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിൽ വളരെ വലിയ പൊട്ടൻഷ്യലുകളുണ്ട്, വികസനത്തിനും അതിൻ്റെ വരുമാനത്തിനുമുള്ള പൊട്ടൻഷ്യലുകൾ കേരളത്തിലുണ്ട്. കേരളത്തിലുള്ള ഏക പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് മാത്രമാണ്. ഇത് കേരളത്തിൻ്റെ ഈ പറഞ്ഞതുപോലെ ടൂറിസത്തിലായാലും ശരി, കൃഷിയിലെ അഗ്രികൾച്ചറിലായാലും ശരി ഉള്ള ഈ പൊട്ടൻഷ്യൽ വിനിയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് കേരളത്തിന് സാധ്യതകളില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അനുകൂല അന്തരീക്ഷം ഈ സർക്കാരിന്റെ ഗുണമൊന്നും അല്ലെന്ന്. കേരളത്തിൽ ഓൾറെഡി ഉള്ള കേരളത്തിലെ ആരോഗ്യ മേഖല എന്നുള്ളത് എത്രയോ നൂറ്റാണ്ടുകളായി തന്നെ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായിട്ടുള്ള ഒരു ആരോഗ്യ സംവിധാനം കേരളത്തിലുണ്ട്. ആരോഗ്യ പരിപാലന കൾച്ചർ കേരളത്തിലുണ്ട്. അതാണ് അവിടുത്തെ കാര്യം. അതുപോലെ വരുമാനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നോക്കിയാൽ പോലും ഈ GDP-യിലെ ഇവിടുത്തെ ഏറ്റവും വളരെ വലിയ ഒരളവോളം GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വിദേശ മലയാളികൾ കേരളത്തിലേക്ക് അയക്കുന്ന പണമാണ്. ഇതിനകത്ത് കേരളത്തിൽ എന്ത് സംഭാവനയാണുള്ളത്? അതുപോലെ എന്നാൽ ഇവിടുത്തെ അഗ്രികൾച്ചർ ഭൂമി, കൃഷിയോഗ്യമായ ഭൂമിയുടെ വിസ്തൃതി ഈ ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് 1957 കേരളത്തിൽ ഉണ്ടായിരുന്ന കൃഷി ചെയ്തിരുന്ന ഭൂമിയുടെ ഏതാണ്ട് 20-25% ഇപ്പോൾ കേരളത്തിലുള്ളൂ. അതുകൊണ്ടാണ് തമിഴിൻ്റെയും തെലുങ്കിൻ്റെയും ലോറി വരാൻ വേണ്ടി നമുക്ക് ഇവിടെ കാത്തുകെട്ടി കിടക്കേണ്ടി വരുന്നത്. ഇവിടെ ഇത്രയും വലിയ ഫലഭൂയിഷ്ടമായ പൊട്ടൻഷ്യൽ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതിന്റെ പേരാണ് മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ മിസ്മാനേജ്മെന്റ് മാത്രമാണ് ഇപ്പോഴും കേരളത്തിന് വളരെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. അതുപോലെ ഇപ്പോൾ ടൂറിസത്തിന്റെ കാര്യം പറയുന്നു. ഭാരതത്തെ ഒരു ടൂറിസ്റ്റ് സീസണിൽ ഈ രാജ്യത്ത് മുഴുവനും എത്തുന്ന ടൂറിസ്റ്റുകളിൽ എത്ര ശതമാനം കേരളത്തിലേക്ക് എത്തുന്നു? അല്ല, എനിക്ക് തോന്നുന്നു അതിലൊക്കെ വലിയ ബൃഹത്തായ പദ്ധതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. താങ്കളിലേക്ക് വരാം, സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. ശ്രീ CP ജോൺ, ഇപ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പ്രോത്സാഹനത്തിന്റെ കുറവുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന്റെ ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുന്ന രീതിയിൽ എന്തായിരിക്കും? അതിപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിലും വ്യവസായമാണെങ്കിലും വിപണിയിലെ ഇടപെടലാണെങ്കിലും ഏത് തരത്തിലായിരിക്കും നാളെ ബജറ്റിൽ ഉണ്ടാവുക? നമ്മളിതിനെ വെറുതെ ഒരു പൊതുവിൽ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കാരണം നമ്മളൊരു ബജറ്റ് എന്ന് പറഞ്ഞാൽ കണക്കുകളിലൂടെ കഥ പറയുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ അതിലെന്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? അതിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്? എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പോളിസി ഇനീഷ്യേറ്റീവ്? അപ്പോൾ ഒന്ന് പോളിസി ഇന്റർവെൻഷൻ, നയപരമായിട്ടുള്ള ഇടപെടൽ. ഉദാഹരണത്തിന് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അൺഎയ്ഡഡ് ആയിട്ടുള്ള കോളേജുകൾ ഉണ്ടാകുക എന്നുള്ളൊരു പോളിസി ഇടപെടലായിരുന്നു. ആന്റി ഗവൺമെന്റാണ് വ്യാപകമാക്കിയത്. കരുണാകരനാണ് ആദ്യം തുടങ്ങിയത്. വലിയ സമരമൊക്കെ ഉണ്ടായി. പരിയാരം മെഡിക്കൽ കോളേജിനടക്കം സമരം ഉണ്ടായി എതിരായിട്ട്. അപ്പോൾ അതൊരു പോളിസി ഇന്റർവെൻഷൻ ആയിരുന്നു. പോളിസി ഇന്റർവെൻഷൻ വന്നപ്പോൾ കോടാനുകോടി രൂപയുടെ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടായി. ഗവൺമെന്റിന് 1 രൂപയില്ല. തിരുവല്ല പോലെ ഒരു സ്ലീപ്പി ആയിട്ടുള്ളൊരു മുനിസിപ്പാലിറ്റിയിൽ 2 മെഡിക്കൽ കോളേജ് വന്നു. അപ്പോൾ അത് ഒരു ഗവൺമെന്റിന് ചെലവില്ലാത്ത ഇൻവെസ്റ്റ്മെന്റാണ്, നമ്പർ 1. അതേപോലെ തന്നെ ടൂറിസത്തിലും ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലും അത് വളരെ ചെറുതാണ്. ഇപ്പോൾ KTDCയുടെയോ ഡിപ്പാർട്ട്മെന്റിന്റെയോ ഇന്റർവെൻഷൻ ചെറുതാണ്. പക്ഷേ അവിടെ ഇലക്ട്രിസിറ്റിക്ക് സബ്സിഡി കൊടുക്കാനും മാർക്കറ്റിങ്ങിന് വേണ്ടിയും വിദേശത്ത് പോയിട്ടുള്ള മാർക്കറ്റിംഗ് ഒക്കെയാണ് അതിലെ ഇന്റർവെൻഷൻ. അപ്പോൾ ആ ഇന്റർവെൻഷനിലൂടെ കഴിഞ്ഞ 10-30 വർഷമായിട്ട് നല്ല രീതിയിൽ ടൂറിസ്റ്റുകൾ വന്നു. എത്ര % വന്നു എന്നുള്ളതിനേക്കാൾ കേരളത്തിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ തരത്തിൽ വന്നു. താജ്മഹലും കുത്തബ് മിനാറും ഒന്നും നമുക്കില്ല. നമുക്കുള്ളത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. അവിടേക്ക് ടൂറിസം തകർച്ചയിൽ പോയ കോവിഡ് ഒഴികെയുള്ള കാലത്തും പിന്നീട് അതിന് ശേഷവും തരക്കേടുള്ള ഇൻഫ്ലോ ഉണ്ടാവുന്നു. അവിടെ എന്താ ചെയ്യാൻ പറ്റുക? ഗവൺമെന്റിന് ഹോട്ടൽ പണിയാൻ പറ്റില്ല. അപ്പോൾ ഹോട്ടലുകളും മുറികളും പണിയുന്ന ആളുകൾക്ക് ഇൻസെന്റീവ് കൊടുത്ത് അവർ പണിയും. അത് വയനാട്ടിൽ കൊണ്ടുപോയിട്ട് 10 നില കെട്ടിടം, മൂന്നാറിൽ 20 നില കെട്ടിടം പണിയാനല്ല. അപ്പോൾ അവിടെ ഒരു ഇന്റർവെൻഷൻ ഉണ്ട്. അതിപ്പോൾ ഹോം സ്റ്റേ എന്നുള്ള ഇന്റർവെൻഷനാണ്. ആ ഹോം സ്റ്റേ വന്നപ്പോൾ കുറെ ആളുകൾക്ക് മുറി ഉണ്ടായി. നമുക്ക് ഒരു ടൂറിസത്തിന്റെ ഇൻഡിക്കേറ്റർ
മെയിനായിട്ടുള്ളത് താമസയോഗ്യമായ മുറികളാണ്, റൂംസ്, നല്ല ടോയ്ലറ്റുകളും ഒക്കെയുള്ള സ്റ്റാൻഡേർഡ് റൂംസാണ്. ആ സ്റ്റാൻഡേർഡ് റൂംസിന്റെ കാര്യത്തിൽ എത്ര വർധന ഉണ്ടായി? ഇതൊക്കെയാണ് ബജറ്റിലും എക്കണോമിക് റിവ്യൂവിലും പറയുന്നത്. അതിന് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി എന്താ? വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ സാറുമാരുണ്ടെന്ന് തോന്നി ഈ ടീമിൽ, ഞാൻ നേരിട്ട് കാണുന്നില്ലല്ലോ. ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കോളേജുകൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റുകൾ. വൈ? ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നു. ഇവിടെ നേരത്തെ ആരോ പറഞ്ഞു കേരളത്തിന്റെ മഹത്തായ ഒരു നേട്ടമാണ് ഡയറക്ട് പേയ്മെന്റ്. തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു തൊഴിൽ വിപണിക്ക് ആവശ്യമായ പ്രായോഗിക വൈദഗ്ധ്യമുള്ള ബിരുദധാരികളെ സൃഷ്ടിക്കാൻ ഇപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിലൊരു പോയിന്റ്. നിങ്ങള് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന കോളേജുകളിൽ കുട്ടികൾ പഠിക്കുന്നില്ല. ചങ്ങനാശ്ശേരി SP കോളേജിൽ കെമിസ്ട്രിക്ക് 65% ഒഴിഞ്ഞു കിടക്കുകയാണ്. കോട്ടയം BCM കോളേജിൽ BCom പഠിക്കുന്ന കുട്ടികൾ 100 ആണെങ്കിൽ അത്രയാണ് ബാക്കി എല്ലാം കൂടെ പഠിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഗവൺമെന്റിന് കണ്ണില്ല. അപ്പൊ ഗവൺമെന്റ് പറയുന്നതിന് 4 കൊല്ലത്തെ കോഴ്സ് തുടങ്ങാൻ പോവാണ്. അപ്പൊ നിങ്ങൾ കാശ് കൊണ്ടല്ല എല്ലാ കാര്യവും ചെയ്യുന്നത്. നമുക്കത് ആഗ്രഹിക്കും. അതായത് വളർന്നു വരുന്ന മേഖലകൾക്കൊക്കെ പ്രത്യേക ഊന്നൽ നൽകും. പ്രത്യേകിച്ച് ടെക്നിക്കലി കുറച്ചുകൂടി മുമ്പോട്ട് നമുക്ക് എത്താൻ സാധിക്കും. മറ്റ് കാര്യങ്ങളിലും ജനകീയമായിട്ടുള്ള ഇടപെടലുകളും നിർദ്ദേശങ്ങളും പദ്ധതികളും ഉണ്ടാവും. നമ്മുടെ സമയം പൂർണ്ണമാവുകയാണ്. ശ്രീ CP ജോൺ, നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. നന്ദി ശ്രീ മോഹൻകുമാർ, നന്ദി ശ്രീ ഷാബു പ്രസാദ്. പൂർണ്ണമാവുന്നു. നമസ്കാരം. ഈ പരിപാടി